ഓസ്ട്രേലിയയുടെ ഇതിഹാസ താരം അലീസ ഹീലി വിരമിച്ചു. അലീസ ഹീലി നമുക്കറിയില്ലേ, നമ്മുടെ മിച്ചൽ സ്റ്റാർക്കിന്റെ ഭാര്യ. അത് തന്നെ. അവസാന മത്സരത്തിൽ അലീസ ഹീലിക്ക് എതിരാളികളെ കിട്ടിയത് ഇന്ത്യയാണ്. ആ വിരമിക്കൽ മത്സരം അവർ ശരിക്കും അങ്ങ് ആഘോഷിച്ചു. ഇന്ത്യ തകർത്തു വാരിക്കൊണ്ടാണ് ഓസ്ട്രേലിയ ഈ മത്സരം വിജയിച്ചത്. നല്ല കിഡിലൻ ഒരു സെഞ്ചുറി അലീസ ഹീലി ഈ മത്സരത്തിലൂടെ നേടി. 98 പന്തിൽ 158 റൺസ്, 2 സിക്സും 27 ഫോറുമാണ് അവർ ഈ മത്സരത്തിൽ അടിച്ചത്. ഇതിന്റെ ഫലമായിട്ട് ഇന്ത്യയെ 185 റൺസിന് തകർത്ത് തരിപ്പണമാക്കി ഓസ്ട്രേലിയ. നേരത്തെ T20 മത്സര പരമ്പര 2-1 ഇന്ത്യ ജയിച്ചിരുന്നല്ലോ. പിന്നീട് ഈ ഏകദിന മത്സര പരമ്പരയിൽ 3-0 ഓസ്ട്രേലിയ ജയിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത് ഓസ്ട്രേലിയ 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ അടിച്ചെടുത്ത റൺസ് എത്രയാണെന്ന് അറിയുമോ? 409. മറുപടി ബാറ്റിംഗിന് ഇന്ത്യ 45.1 ഓവറിൽ 224 റൺസിന് ഓൾ ഔട്ടായി. അലീസ ഹീലിയുടെ തകർപ്പൻ ഇന്നിംഗ്സ് കൂടാതെ ബെത്ത് മൂണിയും അവർക്ക് വേണ്ടി സെഞ്ചുറി അടിച്ചു 106. ജോർജിയ വാള 52 പന്തിൽ 62 റൺസ് എടുത്തു. ഇന്ത്യക്ക് വേണ്ടി ബാറ്റിംഗിൽ തിളങ്ങിയത് ജമീമ റോഡ്രിഗസ് ആണ്. 29 പന്തിൽ 42. പ്രതികാ റാവൽ 27 റൺസ് എടുത്തപ്പോൾ ഹർമൻപ്രീത് കൗർ 25, ദീപ്തി ശർമ്മ 29 എന്നിങ്ങനെയായിരുന്നു പിന്നീട് കൂടുതൽ റൺസ് അടിച്ചവർ. മന്ദാര 0-ന് പുറത്തായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു വൻ വിജയമാണ് ഈ മത്സരത്തിലൂടെ ഓസ്ട്രേലിയ നേടിയത്. ഇനി അലീസ ഹീലിയുടെ കാര്യത്തിലേക്ക് വരാം. 15 വർഷം നീണ്ട ഏകദിന കരിയറിനാണ് അവരിപ്പോൾ വിരാമമിട്ടിരിക്കുന്നത്. 126 മത്സരങ്ങളിൽ നിന്ന് 3777 റൺസാണ് അലീസ ഹീലി നേടിയിട്ടുള്ളത്. അവർ കരിയറിൽ ആദ്യമായി ഇന്നലെ ബോളിംഗൂടെ ചെയ്തു. 2 ഓവർ മാത്രമേ ബോൾ എറിഞ്ഞുള്ളൂ. 12 റൺസ് വിട്ടുകൊടുത്തു. വിക്കറ്റുകളൊന്നും ലഭിച്ചുമില്ല. അങ്ങനെ ഓസ്ട്രേലിയയുടെ ഇതിഹാസ താരം ക്യാപ്റ്റൻ അലീസ ഹീലി ഇന്ത്യ തകർത്തു വാരിക്കൊണ്ട് ഏകദിന ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്.